ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയെ പറ്റിച്ചിട്ട് ഒരാൾ അവിടെ നിന്ന് കടന്നു കളയുന്നുണ്ടല്ലേ. മറ്റൊന്നും കൊണ്ടല്ല, സുധിക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ കയ്യിൽ കൊടുത്തതിന് ശേഷം സുധിയുടെ കണ്ണ് മായുന്ന സമയം തന്നെ അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ലെറ്റർ വായിക്കുന്ന സമയത്ത് ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് നിൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വരും, നിൻ്റെ അനിയൻ ഒരാൾ കുത്തിക്കൊല്ലും, നീ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെയാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പേടിച്ച് വരച്ചിരിക്കുകയാണ് സുധി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ഒരാൾ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ CCTV നോക്കിയതിന് ശേഷം അയാൾ ഏത് ദിശയിലേക്കാണ് പോയത് എന്ന് ഉറപ്പുവരുത്താണ്ട് അതിനുശേഷം ഇയാൾ പോയ വസ്തുക്കായിട്ട് പോകുന്ന സമയത്ത് ഒരു ചായക്കടയ്ക്ക് മുന്നിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇദ്ദേഹം. ഇയാളെ കാണുന്ന നേരം തന്നെ സുധി വേഗം നിന്ന് അയാളുടെ ഷോൾഡറിന് കുത്തിപ്പിടിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇയാൾ പറയുകയാണ്, നിനക്ക് ആരാണ് ഇത് ചെയ്തതെന്ന് അറിയണമല്ലേ, ഇത് പോസ്റ്റ് ചെയ്ത് ആരാണെന്ന് അറിയണമെന്നാണെങ്കിൽ നീ ഞാൻ കുടിച്ച ചായയുടെ ബില്ല് കൊടുക്കാൻ പറയുന്ന സമയത്ത് ആദ്യം സുധി മടിച്ച് നിൽക്കുമെങ്കിലും തനിക്ക് അത് ആരാണ് ചെയ്തതെന്നത് അറിയാനുള്ളൊരു ആകാംക്ഷ കാരണം ഇയാളുടെ ചായ കുടിച്ച ബില്ല് കൊടുക്കാനായിട്ട് സുധി തയ്യാറാവുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ ഇയാൾ അവിടെ നിന്നും പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചായക്കടക്കാരനോടായിട്ട് സുധി ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്നിരുന്നവനെ കണ്ടു എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ നിങ്ങൾക്ക് നേരത്തെ അറിയാം അവനൊരു ഫ്രോഡാണ്, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഒന്ന് സൂക്ഷിച്ചിരുന്നാൽ നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും സുധി ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരത്ത് തിരികെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ദേവു അവിടെ ഉണ്ടാവും. ദേവു വേഗം പറയുന്നുണ്ട്, നീ ഇത്ര നേരം എവിടെയാണ്, നിനക്ക് പഠിക്കാനുള്ളതിൽ ഇത്ര വൈകി വന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു. അതേ സമയം തന്നെയാണ് ലക്ഷ്മിയും അങ്ങോട്ടേക്ക് വരുന്നത്. ലക്ഷ്മി വന്ന ഉടനെ തന്നെ ശരത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ദേവ് പറയുന്നുണ്ട്, അമ്മ ഇവൻ മദ്യപിച്ചിട്ടുണ്ട്, ഇവന് മദ്യത്തിന് മണം ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേ ലക്ഷ്മി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ലക്ഷ്മി വന്ന് ശരത്തിൻ്റെ ഷോൾഡറിന് കുട്ടിപ്പിടിച്ചതിന് ശേഷം നീ കഴിച്ചു തുടങ്ങിയതിൽ നിന്നിലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയില്ല, നീ എന്ത് വിചാരിച്ച് ശരത്തെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ദേവും ആനയുടെ കൂട്ടുകൂടിയിട്ടാണ് ഇതേ രീതിയിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ശരത്തിനകത്ത് ഇതൊന്നും ഇഷ്ടപ്പെടാതെ തന്നെ തനിക്ക് ഈ വീട്ടിലൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാഗും വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ദേവു ലക്ഷ്മിയോടായിട്ട് പറയുന്നത്, അമ്മ എത്രയും വേഗം രേവതീശിനെ വിളിച്ച് കാര്യം പറ, ഇവൻ്റെ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല. രേവതീശി പറഞ്ഞ് തീർച്ചയായിട്ടും ശരത്ത് കേൾക്കും, ഇനി രേവതീശിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമെന്ന് കേൾക്കുമ്പോഴത്തേക്കും ലക്ഷ്മിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. വേഗം തന്നെ ലക്ഷ്മി രേവതിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് രേവതി ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കാൻ കേട്ടോ. എന്നാൽ രേവതിയും കുറ്റപ്പെടുത്തി പറയുന്നത് ആൻ്റണിയെ തന്നെയാണ്. ആൻ്റണിയുടെ കൂട്ട് കൂടിയതിനാണ് ശരത്ത് ഇങ്ങനെയെല്ലാം ആയത്. ആൻ്റണി എന്നുള്ള കൂട്ടുകെട്ട് മാറിയാൽ തന്നെ അവൻ നന്നാവുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ലക്ഷ്മി പറയുന്നുണ്ട്, ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് മോനെ, എനിക്ക് ആകെ പേടിയാവുന്നു എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോഴത്തേക്കും രേവതി ലക്ഷ്മിയെ സമാധാനിപ്പിച്ച ശേഷമാണ് കോള് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം രേവതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. സച്ചി വരുന്ന സമയത്ത് സച്ചി ചോദിക്കുക, എന്ത് പറ്റി ആകെ ടെൻഷനും ദേഷ്യമൊക്കെ ആയിട്ട് നിൽക്കുന്നത്, എന്താ അമ്മ വാളെടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെന്താ നിങ്ങളുടെ അമ്മ വാളെടുത്ത് ഉറയിലേക്ക് വെച്ചാലല്ലേ വാളെടുക്കേണ്ട ആവശ്യമുള്ള, 27 മണിക്കൂറും എന്നെ കാണുമ്പോൾ ഉറഞ്ഞു തുള്ളാനായിട്ട് കൈ തന്നെ ആ വാള് പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് നീ അതിന് പരിചയം രേവതി പരിചയം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് പ്രതിവിധി ഉണ്ടാവുമെന്ന് പറയുകയാണ്. അങ്ങനെയെല്ലാം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ മുഖത്തെ സങ്കടം കാണുന്ന സമയത്ത് സച്ചിത് കാര്യം തിരക്കുന്ന നേരത്താണ് ഇങ്ങനെ രേവതി പറയുന്നത്, അനിയൻ ഇങ്ങനെ മദ്യലഹരിയിൽ വീട്ടിലേക്ക് വന്നു, അവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നത്, നിങ്ങൾ എന്തെങ്ങനെ ചിരിക്കുന്നത്, ഞാൻ പറയുന്നത് എൻ്റെ അനിയനെക്കുറിച്ചാണെന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ അനിയനെക്കുറിച്ച് തന്നെയാണ്, നേരത്തെ ഇതുപോലെ ഇവൻ ഇതേ രീതിയിൽ പല രീതിക്ക് ഇവൻ മോശമായ രീതിക്ക് സാഹചര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവനെ, ഇന്ന് ഇവൻ മദ്യം കൊണ്ടുപോകുന്ന അങ്ങനെ അവസാനം അവൻ മയക്കുമരുന്നിന് അടിമയാവുമെന്നൊക്കെ സച്ചി പറയുമ്പോൾ സച്ചിയേട്ടൻ നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രേവതി പറയുന്നുണ്ട്. പിന്നെ ഞാനിതെല്ലാം പിന്നെ എന്ത് പറയാനാ, അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം, അവനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻ്റെ കൈ തല്ലി ഓടിച്ചത്, പക്ഷെ അന്ന് നീയും നിൻ്റെ അമ്മയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് രേവതി, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട, നീ എന്തായാലും അതേക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട, അവൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. രേവതി ആണെങ്കിൽ ആകെ ടെൻഷനിലിരിക്കാണ്ട് ഇതേ സമയം തന്നെ സുധിയാകട്ടെ കൊണ്ടുവന്നിരിക്കുന്ന ലെറ്ററിലേക്ക് നോക്കിയതിന് ശേഷം ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ മരണം തനിക്ക് ആകെ പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്ത് സുധീരെ നോക്കുന്നുണ്ട്. എന്നാൽ സുധിയാകട്ടെ നല്ല ഉറക്കത്തിലാണ്. സുധി പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് ഇവളെ വിളിച്ചെഴുന്നേപ്പിച്ച് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവളുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാതെ കൊണ്ട് എന്നെ അമ്മയെ വിളിച്ച് കാര്യം പറയാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിളിക്കുകയാണ്. ചന്ദ്ര വിളിക്കുന്ന നേരത്ത് ചന്ദ്ര ചോദിക്കുന്നത്, എന്താണ് സുധി നീ എന്താ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുന്ന നേരത്ത് എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞില്ല എന്നാണ് ഞാനാകെ തകർന്നു പോകുമ്പോൾ എനിക്ക് ആകെ എൻ്റെ തലയൊക്കെ വിങ്ങിപ്പൊട്ടുന്നു എന്നൊക്കെ സുധി പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഹാളിലേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം ചന്ദ്രനെ ഈ ഒരു ലെറ്റർ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ആദ്യം വായിക്കുന്നത്, നിൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വരുമെന്നാണ് ചന്ദ്ര വായിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്ര കയ്യിലുള്ള ലെറ്റർ കളഞ്ഞതിന് ശേഷം പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ. കൂടുതൽ തന്നെ ചോദിക്കുക, ഇത് ആരാ നിനക്ക് തന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഷോപ്പിൽ വന്ന് ഇങ്ങനെ ഒരാൾ തന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ സാധാരണ വാക്കുകളൊന്നും പല ഇതിന് മുന്നേ വന്ന ലെറ്റർ പ്രകാരം മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഷോപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട്
മുന്നോട്ട് പോയത്. എനിക്ക് തോന്നുന്നത് ഇന്ന് രാത്രി ഇവിടെ ഒരു കള്ളം കയറിയിട്ട് അച്ഛൻ വന്ന് കുത്തിക്കൊല്ലും. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വന്ന അമ്മയ്ക്ക് അറ്റാക്ക് വരും. മാത്രമല്ല പിന്നീട് ഈ ഒരു കള്ളനെ പിടിക്കാനായിട്ട് സച്ചി പിന്നാലെ ഓടുന്ന സമയത്ത് സച്ചി അയാളെ കുത്തിക്കൊല്ലും. ഈ ഒരു കാഴ്ച കണ്ടുവരുന്ന ഞാനാകെ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ശ്രുതി മുകളിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നത്. ശ്രുതിയുടെ കാലിൽ തന്നെ മുകളിൽ തന്നെ താഴത്തേക്ക് വീണ ശ്രുതി അപ്പം തന്നെ അവിടെ മരണപ്പെടുകയും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് താങ്ങാനാവാതെ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും, ഇങ്ങനെ ആയിരിക്കില്ല അമ്മ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ തന്നെ ശ്രുതി പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം ഇറക്കാനാവാതെ തന്നെ ശ്രുതിയുടെ കർണം നോക്കി തന്നെ ഒരു ഒറ്റ അടിക്കാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, നീ എന്തിനിങ്ങനെ വേണ്ടാതിനൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്, നിന്നെ ഉണ്ടല്ലോ ശ്രുതി, ഞാൻ വല്ല പറഞ്ഞാണ്ടല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിനക്ക് പണ്ടേ ഉള്ള സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു ഭാഗത്തോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.